problem. If we are going for a next problem, that is we are going to solve the Rainman problem. Rainman problem എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ NCERT ടെക്സ്റ്റ് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള രണ്ട് പ്രോബ്ലങ്ങളിലുള്ള ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് assume that the rain is falling vertically downward. Rain, it is falling vertically downward. VR. ഈ rain vertically downward fall ചെയ്യുന്ന സമയത്ത് ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട് എന്നാല് ബൈക്കില് he's traveling, let's say this is east. ഇത് ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആരുണ്ടാവും? വെസ്റ്റ് ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. And a person is traveling towards east with a velocity VB in a bike. ഒരു ബൈക്കില് VB വെലോസിറ്റിയില് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? In which direction should he hold his umbrella to prevent wetting? അയാള് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കൊട ഏത് ഡയറക്ഷനിലാണ് പിടിക്കേണ്ടത്? നിങ്ങളൊന്ന് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൈക്കിൽ ഒരു മഴയുള്ള സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊട നേരെ പിടിച്ചിട്ടാണോ പോകാറ്? ഇമാജിൻ ചെയ്യ്. ആണോ? അല്ല, നമ്മളൊരു ആംഗിളിൽ ചരിച്ചു പിടിച്ചിട്ടൊക്കെയാണ് പോകാറല്ലേ. അതുകൊണ്ട് ഇവിടെയും നമ്മളൊരു ആംഗിളിൽ ചരിച്ചു പിടിക്കണം. എത്ര ആംഗിളിൽ എങ്ങോട്ട് ചരിച്ചു പിടിക്കും? മുന്നോട്ട് ചരിച്ചു പിടിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും നോക്കുക, നമുക്ക് അതിനെ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മഴ താഴോട്ടേക്ക് വീഴാണെങ്കിൽ മഴയുടെ വെലോസിറ്റി ആക്ച്വൽ ആയിട്ട് നിങ്ങളെ ബൈക്ക് മൂവ് ചെയ്യുന്നതിനോട് മാറും. നിങ്ങൾ ബൈക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് പോവുകയാണെങ്കിലൊക്കെ ബൈക്ക് മൂവ് ചെയ്യുന്നതിനോട് മഴയുടെ വെലോസിറ്റിക്ക് ആക്ച്വൽ ആയിട്ട് മാറ്റം ഉണ്ടാവും. ഇല്ല. ഒന്നത്. ഇനി നിങ്ങള് ഒരു ബൈക്കിൽ പോകുന്ന സമയത്ത് നേരെ കുത്തനെ പിടിക്കുന്നതിന് വരെ മുന്നോട്ടേ ചരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബൈക്കിൽ വരുന്ന ആള് എന്ത് ഉണ്ടാവും? നിങ്ങൾ പിടിച്ച അതേ ഡയറക്ഷനിലാണ് പിടിക്കേണ്ടവ. നിങ്ങൾ ഇങ്ങോട്ടാ പിടിച്ചെന്ന് വെച്ചാല് ആ ബൈക്കില് വേറൊരു ബൈക്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ആൾ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെ, ഇമാജിൻ ചെയ്തൂടെ? അപ്പം ഇവിടെ നടക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി സിറ്റുവേഷൻ ആണ്. ബൈക്കിൽ മൂവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വെലോസിറ്റി ഓഫ് റെയിൻ എങ്ങനെയാണ്? ഫോർ എ പേഴ്സൺ who's moving in the bike, he will have a sensation that the velocity of rain is changing. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇയാളെയാണ്. ആരെ? VRB. ആരെ VRB? വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക്. റെയിന്റെ വെലോസിറ്റി തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. റെയിന്റെ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പിടിക്കേണ്ടത്. പക്ഷേ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ബൈക്കിന്റെ ഓപ്പോസിറ്റ് വെലോസിറ്റി. ക്ലിയർ ആണോ? അല്ലേ? ബൈക്കിൽ മൂവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മഴ താഴത്തേക്കാണോ വരിക? അല്ല. അപ്പൊ VRB കണ്ടുപിടിക്കണം. VRB കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? VAB കണ്ടുപിടിക്കാനുള്ള ഫോർമുല VA മൈനസ് VB ആണ്. അപ്പൊ VRB കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? VR minus VB. Yes, it is VR minus VB. And if it is VR minus VB, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഇസ് VB അല്ലേ? ഇതല്ലേ VB അല്ലേ? ആ VBനെ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു കോപ്പി എടുത്തിട്ട് ആ VBനെ കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആക്കി കൊണ്ടുവെക്കുക. രണ്ട് സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ള വെക്ടർ ആയിരിക്കും കൊണ്ടുവച്ചു. അപ്പം ബൈക്ക് ഇങ്ങനെ ആകാശത്തൂടെയാണോ ഓടിക്കുന്ന വെച്ചിട്ടല്ല, പക്ഷെ അതിനെ ഞാൻ ഇവിടേക്ക് എടുത്തു വെച്ചു. അതിനോട് വലിയ കുഴപ്പമൊന്നും വരാനില്ല. കുഴപ്പമുണ്ടോ? ആ VBനെ ഞാൻ ഇവിടേക്ക് മാറ്റി വെച്ചു. നമുക്ക് പാരലോഗ്രാം ലോ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാരലോഗ്രാം ലോ യൂസ് ചെയ്യണേ കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആക്കണ്ടേ, സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കണ്ടേ. എന്തായാലും VBനെ അങ്ങോട്ട് വെച്ചു. VB ഇങ്ങോട്ടാണെങ്കിൽ VR മൈനസ് VB അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? VRB കണ്ടുപിടിക്കണേ. ഇറ്റ്സ് VR മൈനസ് VB. ഇറ്റ്സ് VR മൈനസ് VB. അപ്പം മൈനസ് VB എങ്ങോട്ടുണ്ടാവും? VB എങ്ങോട്ടാണ്? മൈനസ് VB എങ്ങോട്ടാ പറയും? വെസ്റ്റ്. വെസ്റ്റിലോട്ട്. അപ്പൊ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മൈനസ് VB. മനസ്സിലായോ? മൈനസ് VB ഇങ്ങോട്ടാന്നുള്ളത് മനസ്സിലായോ? Yes sir.
യെസ്. അപ്പം വി ആർ മൈനസ് വി ബി ആണ്. വി ആറിന്റെ കൂടെ ആരെ ആഡ് ചെയ്യേണ്ടത്? വി ബിനാണോ മൈനസ് വി ബിനാണോ? minus VB. Minus VB add in. Therefore, if you have to add minus VB, then you will have to construct a parallelogram like this. Parallelogram is construct ചെയ്യും. എന്നിട്ട് parallelogram diagonal. Diagonal ഏതാ? Diagonal passing through the origin. एक parallelogram law of vector addition. P എന്ന് പറയുന്ന വെക്ടറിന് പകരം ഇതാണ്, Q എന്ന് പറയുന്ന വെക്ടറിന് പകരം ഇതാണെങ്കിൽ R എന്ന് പറയുന്ന വെക്ടർ ഇതാ ഇങ്ങനെ ആയിരിക്കും. Can you imagine this? ഈ വെക്ടർ ആരാ? ഇത് വെക്ടർ VR minus VB ആണ്. VR minus VB എന്ന് പറയുന്ന ആരാ? Who's VR minus VB? VRB. Yes, VR. അപ്പൊ ഇതാണ് നമ്മളെ VRB. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? No sir. പറയ്. ചോദിച്ചോ? ആരോ സാറിന് വിളിച്ചു. ചോദിക്കും. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്ത് പോയി. നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂനുണ്ട്. ഇവിടെ നോക്കിക്കോ, വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താണെന്നാല് വി ആർ ഗോയിങ് ടു സ്പീക്ക് ദ റെയിൻമാൻ സിറ്റുവേഷൻ. റെയിൻമാൻ സിറ്റുവേഷൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബൈക്ക് ഈസ്റ്റിലോട്ട് വി ബി വെലോസിറ്റിയിൽ നീങ്ങുന്നുണ്ട്. ഒരു ബൈക്ക് വി ബി വെലോസിറ്റിയിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നുണ്ട്. ആ സമയത്ത് മഴ നേരെ താഴോട്ടേക്ക് പെയ്തു. വെലോസിറ്റി ഓഫ് റെയിൻ താഴോട്ടേക്കാണ്. ബൈക്ക് നീങ്ങുന്ന ഈസ്റ്റിലേക്കാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ അംബ്രല്ല ഷുഡ് ബി ഹെൽഡ് ഇൻ ഓർഡർ ടു ഫ്രം വെറ്റിംഗ്? മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് ഡയറക്ഷനിൽ ചരിച്ചു പിടിക്കണം എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് സ്പീക്കിംഗ് അബൌട്ട് ദാറ്റ് സിറ്റുവേഷൻ അതല്ലേ ഓഡിയോ മ്യൂട്ട് ചെയ്യണം. അതല് ഇവിടെ ഇതിലുണ്ടോ? ഗ്രൂപ്പിലുണ്ടോ? ഗ്രൂപ്പിലുണ്ടോ? അപ്പം ഇവിടെ വി ആർ എന്ന് പറയുന്ന വെക്ടർ നേരെ താഴോട്ടേക്കാണ്. അപ്പം ഏത് ഡയറക്ഷനിലാണ് കുട പിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം മഴ എങ്ങോട്ടാണ് വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അയാൾ കുട പിടിക്കേണ്ടത്. ബൈക്ക് ഓടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മഴ എങ്ങോട്ടാണ് വരുന്നത്. അപ്പം അയാൾ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക് ആണ്. മൂവിംഗ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ റെയിന്റെ വെലോസിറ്റി എങ്ങനെയാണ്? അപ്പൊ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വി ആർ മൈനസ് വി ബി ആണ്. റിലേറ്റീവ് വെലോസിറ്റിയുടെ ഫോർമുല പ്രകാരം വി ആർ മൈനസ് വി ബി ആണ്. അപ്പൊ നമ്മള് ഈ വി ബി എന്ന് പറയുന്ന വെക്ടറിനെ നേരെ ഇവിടേക്ക് കൊണ്ടുപോയി വരച്ചു. ഇതാണ് നമ്മള് വി ബി എങ്കിൽ വി ആറിന്റെ കൂടെ വി ബിനെ ആഡ് ചെയ്യാണോ വേണ്ടത്? വി ആർ ബി കണ്ടുപിടിക്കാനല്ല, വി ആറിന്റെ കൂടെ വി ബിനെ സബ്ട്രാക്ട് ചെയ്യാണ്. അതുകൊണ്ട് ഇത് വി ബി ആണെങ്കിൽ ഇതാണ് മൈനസ് വി ബി. അപ്പൊ വി ആറിന്റെ കൂടെ മൈനസ് വി ബിനാണ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മൈനസ് വി ബിനെയും വി ആറിനും കൂടി ആഡ് ചെയ്യുമ്പോൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം നോക്കുമ്പോൾ ഇതായിരിക്കും എന്റെ ആൻസർ. ഇതാണ് അപ്പൊ എന്ത്? വി ആർ മൈനസ് വി ബി. വി ആർ മൈനസ് വി ബി ആണ് വി ആർ ബി. മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? Is this clear up to this particular point? Yes. If it is clear up to this particular point, അപ്പൊ നമ്മള് ഇങ്ങോട്ടാണ് മഴ പെയ്യുന്നത്. വെച്ചാൽ നമ്മൾ കുട പിടിക്കേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. Therefore, the umbrella should be held in this direction. Am I correct? umbrella എങ്ങോട്ടല്ലേ പിടിക്കേണ്ടത്? ആണോ? Yes sir. കുഴപ്പമില്ല. അപ്പം അംബർലൈൻ അങ്ങോട്ടാ പിടിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എന്ത് ചെയ്യാനാല് ലെറ്റ് മീ ജസ്റ്റ് കൺട്രോൾ ഇതിനെ ഒന്നുകൂടി താഴെയാക്കട്ടെ. ഞാൻ പിടിക്കാം. അപ്പം അംബർല പിടിക്കേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാല് ക്യാൻ ഐ സേ ഇറ്റ് ലൈക്ക് ദിസ്? ഇത് ഇങ്ങോട്ടേക്കാണ് അംബർല പിടിക്കേണ്ടത്. ആണോ? ഇതാ ഇങ്ങനെ അങ്ങോട്ട് എന്ന് പറഞ്ഞാല് ഇവിടെ കോയിനീഷ്യൽ വെക്ടർ രൂപത്തിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട്. കുഴപ്പമുണ്ടോ? Are you having any confusion in this? No sir. അപ്പം നമുക്ക് ഇതാ ഈ വെർട്ടിക്കൽ ലൈനിനെ മേലോട്ടേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വി ആർ ബിയും വി ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റയാണ് സങ്കല്പിക്കുക.
VRB-യും VR തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റയാണ്. ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള ഇതും തീറ്റ ആയിരിക്കും അല്ലേ? ആയിരിക്കോ? ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊട പിടിക്കേണ്ട എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കണേ. നമ്മൾ പറയാം വെർട്ടിക്കലിന്റെ അടുത്തുനിന്ന് ഒരു തീറ്റ ആംഗിൾ എവിടേക്ക് ടിൽറ്റ് ചെയ്യാം? വെർട്ടിക്കലിന്റെ അടുത്തുനിന്ന് ഒരു തീറ്റ ആംഗിൾ എവിടേക്ക് ടിൽറ്റ് ചെയ്യാം? ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം അല്ലേ? നിങ്ങൾ പറയും കൊട പിടിക്കേണ്ട ഏത് ഡയറക്ഷനിലാണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ അംബ്രല്ല ബി ഹെൽഡ്? നമ്മൾ അവിടെ ആ റെഡ് ലൈൻ ഇട്ടിട്ട് കാണിച്ചതാണ് അംബ്രല്ല പിടിക്കേണ്ട ഡയറക്ഷൻ അല്ലേ? ഇത് മനസ്സിലാവാത്ത ആരുണ്ടോ? കൊട പിടിക്കേണ്ടത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിനിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിനിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അത് മനസ്സിലാവാത്ത ആരുണ്ടോ? ഓടിക്കുന്ന ബൈക്കില് അയാൾക്ക് മഴ എങ്ങോട്ടാണോ വരുന്നത് തോന്നുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊട പിടിക്കേണ്ടത്. അത് മനസ്സിലാവാത്ത ആരുണ്ടോ? ഇല്ലല്ലോ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്? അങ്ങനെയാണെങ്കിൽ കൊട പിടിക്കേണ്ട ഏത് ഡയറക്ഷനിലാണ്? നിങ്ങൾ പറയും. നോർത്ത് ഈസ്റ്റ്. മഴയുടെ ഓപ്പോസിറ്റ്. ആയിക്കോട്ടെ. ഏത് ഡയറക്ഷൻ? നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ്. 30 degree northeast. 30 degree northeast. 30 degree northeast. അല്ല, തീറ്റ ഡിഗ്രി നോർത്ത് ഈസ്റ്റ്. അത് ഈ ആംഗിൾ അനുസരിച്ച് തീറ്റ ഡിഗ്രി നോർത്ത് ഈസ്റ്റ്. തീറ്റ ഡിഗ്രി നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെജോറിറ്റി കുട്ടികളും ഒറ്റയടിക്ക് പറയുന്നതാണ്. ബട്ട് ദർ ആൻസർ ഇസ് റോങ്. തീറ്റ ഡിഗ്രി നോർത്ത് ഈസ്റ്റ് എന്നുള്ള ആൻസർ ആണ് തെറ്റ്. അതെന്താ പറഞ്ഞാല് നമ്മളെ ബ്രെയിനില് ഈ കാര്യത്തിനെ ഫീഡ് ചെയ്ത് തെറ്റായിട്ടാണ്. നോക്കിക്കോ, ഈ ചോദ്യമാണ് നിങ്ങളെ തീറ്റ ഡിഗ്രി നോർത്ത് ഈസ്റ്റ് എന്ന് പറയാൻ പ്രേരിപ്പിച്ചത്. ഈ ചോദ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ തീറ്റ ഡിഗ്രി നോർത്ത് ഈസ്റ്റ് നിങ്ങൾക്ക് കുറെ ആൾക്കാർക്കും തോന്നുന്നത് അത് തന്നെയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഡിഗ്രി നോർത്ത് ഈസ്റ്റ് എന്ന് പറയണമെങ്കിൽ ഇത് ഈസ്റ്റ് ആണല്ലേ, ഇത് വെസ്റ്റ് ആണ്. അപ്പം ഇതെന്താവണം? ഇവിടെ ഞാൻ എന്ത് എഴുതണം? എസ് എന്ന് എഴുതണം അല്ലേ? ആണോ? വേണ്ടേ? അത് തെറ്റല്ലേ? അതായത് മഴ സൗത്തിലേക്കാണ് പെയ്യുന്നത് എന്നിട്ടെങ്കിൽ തെറ്റല്ലേ? മഴ സൗത്തിലേക്കോ ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കോ നോർത്തിലേക്കോ ഒന്നല്ല, മഴ ഡൗൺവേർഡ്സ് ആണ് പെയ്യുന്നത്. അതായത് നിങ്ങൾ സങ്കല്പിക്കേണ്ടത് ഇത് നമ്മുടെ മൊബൈൽ അല്ല, ഇതാണ് നമ്മളെ ഗ്രൗണ്ട് വെച്ചു. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഗ്രൗണ്ട് എങ്കിൽ ആ ഗ്രൗണ്ടിന്റെ ഇവിടെയാണ് ഈസ്റ്റ് ഉള്ളതെങ്കിൽ ക്യാൻ യു സീ മൈ പിക്ചർ ഓവർ ദ? നിങ്ങൾ കാണില്ലേ? എന്റെ പിക്ചർ കാണില്ലേ? ഉണ്ട്. അങ്ങനെയാണ് ഇത് ഈസ്റ്റ് ആണെങ്കിൽ ഇത് വെസ്റ്റ് ആണല്ലേ? അല്ലേ? നോർത്തും സൗത്തും ഇവിടെയും അല്ലേ ഉണ്ടാവാ? ക്യാൻ യു ഇമാജിൻ ദിസ്? ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഒക്കെ ഇവിടെയും അല്ലേ ഉണ്ടാവാ? ഈ പ്ലെയിനിലാണ് ഉണ്ടാവുക. പക്ഷെ മഴ പെയ്യുന്നത് എങ്ങോട്ടാ? മഴ പെയ്യുന്നത് ഇങ്ങനെയാണ്, ഡൗൺവേർഡ് ആണ്. അല്ലാണ്ട് മഴ പെയ്യുന്നത് സൗത്തിലേക്കാണോ? ആണോ? അല്ലല്ലോ. Rain is falling vertically downward. അപ്പൊ നോർത്ത് ഈസ്റ്റ് എഴുതരുത് കേട്ടോ. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സാധനമാണിത്. നോർത്ത് ഈസ്റ്റ് എഴുതുന്നതിന് പകരം, കാരണം നമുക്ക് നോർത്ത് ഈസ്റ്റ് ഒന്നും എഴുതാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാല് ഇത് നോർത്ത് ആണ്, അല്ല ഇത് അപ്പാണ്. ഇതാരാ? ഡൗൺ ആണ് അല്ലെ? നോർത്തും സൗത്ത് ഒക്കെ എവിടെയാ ഉണ്ടാവുക? സ്ക്രീനിന്റെ പുറത്തും സ്ക്രീനിന്റെ ഉള്ളിലും ഉണ്ടാവുക. ഇമാജിൻ ചെയ്യാൻ പറ്റുണ്ടോ? യെസ്. അപ്പം നമുക്ക് നോർത്ത് ഈസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് പറയണം എന്ന് പറഞ്ഞാല് we will have to say it should be tilted at an angle towards east with respect to vertical. അതായത് നമ്മളിപ്പം ഈ ആൻസർ പറയുകയാണെങ്കിൽ umbrella should be held at an angle theta towards east with respect to vertical. അല്ലേ? വെർട്ടിക്കലിനെ വെച്ച് നോക്കുമ്പം ഒരു തീറ്റ ആംഗിള് ഈസ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്യണം നമ്മളെ കൊട. മനസ്സിലായോ? ആ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീറ്റനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് തീറ്റയാണ്, ഇത് തീറ്റയല്ലേ?
ഇത് തീറ്റയാണ്, ഇത് തീറ്റയല്ലേ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ what we can say is ഈ സൈഡ് ന്യൂമറിക്കലി എന്തായിരിക്കും? What's the numerical value of this side? ഈ സൈഡിന്റെ ന്യൂമറിക്കൽ വാല്യൂ VB ആണെങ്കിൽ ഈ സൈഡിന്റെയും ന്യൂമറിക്കൽ വാല്യൂ എന്തായിരിക്കും? ന്യൂമറിക്കലി ഇറ്റ് വിൽ ബി VB itself അല്ലേ? മൈനസ് VB ന്റെ ന്യൂമറിക്കൽ വാല്യൂ VB എന്നല്ലേ? കുഴപ്പമുണ്ടോ? ഈ സൈഡ് എത്രയാ? ഈ സൈഡ് VR ആണ്. ഈ സൈഡ് VR അല്ലേ? ആണോ? ഞാൻ ഇവിടെ VR എന്ന് എഴുതി തന്നെ മായച്ചിട്ട് ഇതാണ് VR അല്ലെ? ഇതല്ലേ VR. Therefore, can you see a right angle triangle over here? Can you see a right angle triangle over here? ഇവിടെ right angle triangle കണ്ടു. ആ right angle triangle ന് tan theta is equal to എന്ത് കിട്ടും? What should be tan theta? Tan theta is equal to opposite side by adjacent side. Opposite side by adjacent side ആണെങ്കിൽ VB divided by VR. Can I write? Tan theta is equal to VB divided by VR. എഴുതിക്കൂടെ? Yes, sir. Yes. Tan theta is equal to VB by VR ആണെങ്കിൽ theta is equal to ആണ് നമ്മൾ എഴുതുന്ന സ്റ്റൈൽ tan inverse of എന്ത്? VB by VR. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? No, sir. ഇല്ല. ഇനി വെറുതെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളിപ്പം ഈ പറയുന്ന ആൻസറിനെ നമുക്കൊരു ന്യൂമറിക്കൽ രൂപത്തിൽ പറയാൻ വെച്ചോ. ന്യൂമറിക്കൽ രൂപത്തിൽ പറയുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് റെയിൻ, ലെറ്റ്സ് സേ വെലോസിറ്റി ഓഫ് റെയിൻ ഇസ് what to say, it is 10√3 meter per second. Velocity of rain എത്രയാ? 10√3 meter per second ആണ്. Velocity of bike if it is 10 meter per second. Velocity of bike എത്രയാ? 10 meter per second. Velocity of rain എത്രയാ? 10√3 meter per second. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആൻസർ വ്യക്തമായി പറയാൻ പറ്റും. എത്ര ആംഗിളിൽ എങ്ങോട്ട് എവിടെ വെച്ച് ടിൽറ്റ് ചെയ്യണം? Can you say the answer? The bike is moving with a velocity of 10 meter per second towards east. The rain is falling vertically downward with a velocity of 10√3 meter per second. What's your answer and in which direction? വൃത്തിയിൽ പറയും. അപ്പൊ അവിടെ tan theta pi by 3 radians with respect to vertical. With respect to vertical towards ഏത്? Towards എങ്ങോട്ട്? Towards V. Is it towards east or towards west? East. അതും കൺഫേം ചെയ്യാം. ഈസ്റ്റ് വെസ്റ്റ് കൺഫേം ചെയ്യാം. കാരണം എന്താ പറഞ്ഞാൽ ബൈക്ക് ഈസ്റ്റിലേക്കാണ് നീങ്ങുന്ന, മറ്റേ ഭാഗം എന്തായാലും വെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ ടുവേർഡ്സ് എങ്ങോട്ട്? എങ്ങോട്ടാ? ഈസ്റ്റ്. അപ്പം ഈ സാഹചര്യത്തിൽ ഇൻ ദിസ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഈ സിറ്റുവേഷനിൽ VR ന് വരെ എന്ത് കൊടുക്കണം? 10√3 കൊടുക്കണം. VB ക്ക് വരെ എന്ത് കൊടുക്കണം? 10. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് കിട്ടും? We will get this equation as VB. VB ക്ക് വരെ എന്ത് കൊടുക്കുക? പറയും 10. VR ന് വരെ എന്ത് കൊടുക്കുക? പറയും VR ന് വരെ എന്ത് കൊടുക്കുക? 10√3 വെട്ടി. അപ്പം tan theta is equal to നമുക്ക് എന്ത് കിട്ടി? 1/√3 എന്ന് കിട്ടി. tan theta is equal 1/√3 ആണെങ്കിൽ ശരിയാണ്. തീറ്റ എന്താ? tan എന്താണ് 1/√3 നമ്മൾ പഠിച്ചിട്ടുണ്ട്? tan by 6. pi by 6. Pi by 6 അല്ലെങ്കിൽ 30 ഡിഗ്രി അല്ലേ? അപ്പൊ theta is equal to 30 ഡിഗ്രി or pi by 6 radian ആണോ? പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേണേ എങ്ങനെ പറയാം? ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ, നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ എന്ത്? The umbrella should be held at an angle of 30 degree or pi by 6 radian towards east with respect to vertical. Towards east with respect to vertical. Is this clear? Is this clear? Yes, sir. Yes. ഇതിന് സിമിലർ ആയിട്ടുള്ള വേറൊരു റെയിൻമാൻ പ്രോബ്ലം ഉണ്ട്. ഇതിന് സിമിലർ ആയിട്ടുള്ള വേറൊരു റെയിൻമാൻ പ്രോബ്ലത്തിന് പറയണമെങ്കിൽ അത് റെയിൻ ആൻഡ് വിൻഡ് സിറ്റുവേഷൻ ആണ്. എന്താണ്? റെയിൻ ആൻഡ് വിൻഡ് സിറ്റുവേഷൻ. ഇഫ് യു ഹാവ് ടു ഇനിയിപ്പോ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പം ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ അംബർല ബി ഹെൽഡ് എന്നാണ് ചോദിക്കുന്നതെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യാന്നാൽ ഈ കാര്യമൊക്കെ പറയേണ്ടത്. 30 ഡിഗ്രി ഓർ pi by 6 റേഡിയൻ ടുവേർഡ്സ് ഈസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ. വെർട്ടിക്കലിനെ സംബന്ധിച്ചിടത്തോളം pi by 6 അല്ലെ 30 ഡിഗ്രി ആംഗിൾ എങ്ങോട്ട്? ഈസ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്തിട്ട്. അതിന് പകരം ചോദ്യം വേറെ രീതിയിൽ ചോദിക്കട്ടോ. What is the direction of relative velocity of rain with respect to
അല്ലെ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക്. വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക് എന്ന് ചോദിച്ചു. വെറുതെ അംബർല പിടിക്കുന്ന എങ്ങോട്ടാന്ന് ചോദിക്കുന്നതിന് പകരം സിമ്പിൾ ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ എങ്ങോട്ടായിരിക്കും വെച്ചു. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇവിടെ ചോദിക്കുന്ന ഡയറക്ഷൻ ഏതാ? ഇഫ് ദേ ആർ ആസ്കിങ് യു ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ ദെൻ ഈ ഡയറക്ഷൻ ആണ് അവർ ചോദിക്കുന്നത് അല്ലേ? ആണോ? മനസ്സിലായോ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിനെ മാത്രമാണ് ചോദിക്കുന്നത് വെച്ചാൽ ദേ ആർ ആസ്കിങ് യു ദിസ് ഡയറക്ഷൻ. മനസ്സിലായോ? അപ്പം ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരം എന്താ? അത് ഒരു ആംഗിൾ തീറ്റ അങ്ങോട്ടേക്കാണ് അല്ലേ? ആണോ? അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ ആണ് ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു കൊടുക്കുക വെർട്ടിക്കലിനെ വെച്ചിട്ട് ഒരു തീറ്റ ആംഗിൾ എങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം? തീറ്റ ആംഗിൾ എങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം? ഈസ്റ്റിലേക്കാണോ വെസ്റ്റിലേക്കാണോ? വെസ്റ്റ്. Therefore, if they are asking you the direction of relative velocity of rain means it is making an angle theta towards west with respect to vertical. കുഴപ്പമില്ലല്ലോ. അധികം മറ്റേതാ ചോദിക്കട്ടോ, അംബർല ഹോൾഡ് ചെയ്യേണ്ട ഡയറക്ഷൻ ഒക്കെയാണ് ചോദിക്കുക. ഡൗട്ട് ചോദിക്കും. സാർ അപ്പൊ ഇതിനകത്ത് അപ്പ് ഡൗൺ എങ്ങനെയാ മനസ്സിലാക്കുക? ഇപ്പൊ സാർ ഇപ്പൊ ഇതിന്റെ മിറർ ഇമേജ് ആയിരുന്നു മുകളിലെങ്കിൽ അത് നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? മിറർ ഇമേജ് അപ്പ് ഡൗൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നാല് റെയിൻ എന്തായാലും താഴോട്ടേക്കേ വീഴുള്ളൂ. അപ്പൊ റെയിൻ ഇസ് ഫാളിങ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. സാർ അപ്പൊ നമ്മൾ ഇത് എങ്ങനെ എഴുതുന്നത്? ഇപ്പൊ സാർ ഇതിനകത്ത് 30 ഡിഗ്രി ഓർ എഴുതേണ്ട കാര്യങ്ങളൊന്നും വൃത്തിയിൽ എഴുതിയില്ലല്ലോ. ഇത് നമ്മളുടെ NCERT-യിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. NCERT-യിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേണ്ടി. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയത് വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇപ്പം ചെയ്ത രീതി മനസ്സിലായില്ലേ? അതായത് നീ ഇപ്പൊ ചോദിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നാണോ? സാർ ഇതിപ്പോ മുകളിലാണെങ്കിൽ താഴെ ആണെങ്കിൽ അതെങ്ങനെയാ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് ഇത് ഈ നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി സെക്കൻഡ് ക്വാഡ്രന്റിലായിരുന്നെങ്കിൽ, സെക്കൻഡ് ക്വാഡ്രന്റിൽ വെസ്റ്റിലോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ അങ്ങനെ വരാൻ ഇതിൽ ഈ സിറ്റുവേഷനിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്, റെയിൻ എപ്പോഴും ഡൗൺവേർഡ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നതിനോട് നീ ഉദ്ദേശിച്ചത് ഇതാണോ? അല്ല, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ഇതല്ലേ സെക്കൻഡ് ക്വാഡ്രന്റ് എന്താണ്? ഇങ്ങോട്ടാ? നമുക്കത് അപ്പൊ അടുത്ത സിറ്റുവേഷൻ ഉണ്ട്. അടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നാൽ ഇതേമാതിരത്തെ ഒരു കാര്യം വരുന്നുണ്ട്. നോക്ക്, എന്തായാലും നീ ഇപ്പം പറഞ്ഞ ഡൗട്ട് എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. പക്ഷെ ചിലപ്പോൾ നിന്റെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യും എപ്പം എന്നാൽ അടുത്ത സിറ്റുവേഷൻ വരുന്നു. നോക്കാം, മീ ജസ്റ്റ് ഡിസ്കസ് ദ നെക്സ്റ്റ് സിറ്റുവേഷൻ, ദെൻ നിങ്ങളുടെ കുറച്ച് ഡൗട്ടുകൾ കുറയും. നോക്കാം, ഇതിപ്പം റെയിൻ ആൻഡ് റൺ അല്ല റെയിൻ ആൻഡ് ബൈക്ക് സിറ്റുവേഷൻ ആണോ, റെയിൻ ആൻഡ് വിൻഡ് സിറ്റുവേഷൻ ആണോ? റെയിൻ ആൻഡ് ബൈക്ക് സിറ്റുവേഷൻ അല്ലെ റെയിൻ ആൻഡ് റൺ. ഇനിയിപ്പോ ബൈക്കിന് വേറെ ഒരാൾ ഓടുകയാണെങ്കിൽ ഇതന്നെയല്ലേ കാര്യം? കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത സിറ്റുവേഷനിൽ നോക്കിക്കോ, ദിസ് ഇസ് അവർ ഈസ്റ്റ് ആൻഡ് ദിസ് ഇസ് അവർ വെസ്റ്റ്. ഇത് ഈസ്റ്റും വെസ്റ്റും ഒക്കെ തന്നെയാണ്. The rain is falling vertically downward in this situation also, but in this situation there is a slight difference. Instead of the moving bike there is wind. കാറ്റ് അടിക്കുന്നുണ്ട്. കാറ്റ് എങ്ങോട്ടാ അടിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ you just imagine that the wind is blowing towards east. ഈ സാഹചര്യത്തിൽ വെലോസിറ്റി ഓഫ് വിൻഡ് എങ്ങോട്ടാ? ഈസ്റ്റിലേക്ക്. Then in which direction should he hold the umbrella? ഇവിടെയും അംബർല പിടിക്കേണ്ട തന്നെയാണ് ചോദിച്ചത്. വിൻഡ് ഈസ്റ്റിലേക്കാണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് അംബർല എങ്ങോട്ടാ പിടിക്കേണ്ടത്? ചോദ്യം മനസ്സിലായില്ലേ? ഇവിടെ എന്തായിരുന്നു സിറ്റുവേഷൻ? ഫസ്റ്റ് സിറ്റുവേഷൻ എന്തായിരുന്നു? ബൈക്ക് ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തായിരുന്നു ഫസ്റ്റ് സിറ്റുവേഷൻ. ഇത് ഈ റെയിൻമാൻ സിറ്റുവേഷനിൽ ബൈക്കാണോ മൂവ് ചെയ്യുന്നത്? അല്ല, വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള പാസഞ്ചർ ഈ വിൻഡ് ബ്ലോ ചെയ്യുന്ന സമയത്ത് അയാള് വെറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട എങ്ങോട്ട് പിടിക്കണം എന്ന് വെച്ചു. അപ്പൊ ഈ സാഹചര്യത്തിൽ നിങ്ങൾ പറയേണ്ടത്, ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ആക്ച്വൽ ആയിട്ട് റെയിനിന്റെ വെലോസിറ്റി മാറുമോ അതോ ആ പേഴ്സണ് മാത്രം തോന്നുന്നതാണത്? നമ്മളുടെ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കിയായിരിച്ചോ. ഈ സിറ്റുവേഷനിൽ ആക്ച്വൽ ആയിട്ട് റെയിനിന്റെ വെലോസിറ്റി മാറുന്നുണ്ടോ അതോ ദ വെലോസിറ്റി ഓഫ് റെയിൻ ഇസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു പേഴ്സൺ ആണോ? ഈ സിറ്റുവേഷൻ
With respect to person. ആ പേഴ്സണെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് അല്ലെ, അയാൾ ഇപ്പം ബൈക്ക് അങ്ങോട്ട് ഓടിച്ചു പോയതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങോട്ട് റെയിൻ വരുന്നതായിട്ട് തോന്നി. ബൈക്ക് വേറെ ഡയറക്ഷനിൽ ഓടിച്ചു പോകുന്ന വെച്ചാൽ റെയിൻ മാറും. ഇവിടെയോ, ഇവിടെ വിൻഡ് അല്ലേ ബ്ലോ ചെയ്യുന്നത്. വിൻഡ് ബ്ലോ ചെയ്യുമ്പം ആക്ച്വൽ ആയിട്ട് റെയിന്റെ വെലോസിറ്റി മാറുന്നുണ്ടോ, അതോ ഇസ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു എ പേഴ്സൺ റിലേറ്റീവ് വെലോസിറ്റി സിറ്റുവേഷൻ ആണോ, അതോ നോർമൽ വെക്ടർ അഡീഷൻ സിറ്റുവേഷൻ ആണോ? അത് this is a situation where we have to add normal vector addition. Like where you have to use normal vector addition. അതായത് റെയിന്റെ വെലോസിറ്റി താഴോട്ടേക്കാണ്, ഈ റെയിന്റെ വെലോസിറ്റി താഴോട്ടേക്കാണ്. കാറ്റടിക്കുന്നതിനോട് ആക്ച്വൽ ആയിട്ട് റെയിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും, മാറും. ആക്ച്വൽ ആയിട്ട് റെയിന്റെ വെലോസിറ്റി മാറൂലേ, എങ്ങോട്ടാവും? താഴോട്ടേക്ക് മഴ പെയ്യുന്ന സമയത്ത് ഈസ്റ്റിലോട്ട് കാറ്റടിക്കുകയാണെങ്കിൽ ആ റെയിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും, ഇങ്ങനെ ഇങ്ങോട്ടാവും. ക്യാൻ യു ഇമാജിൻ ദിസ്? ഈ ഡയറക്ഷനിലാവും. ഇമാജിൻ ചെയ്യാൻ പറ്റുണ്ടാവും? ക്യാൻ യു ഇമാജിൻ ദിസ്? Yes, sir. യെസ്. അപ്പൊ ഇത് നോർമൽ വെക്ടർ അഡീഷൻ സിറ്റുവേഷൻ ആണ്. റെയിൻ ആൻഡ് വിൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിറ്റുവേഷൻ വേർ വി ഹാവ് ടു യൂസ് നോർമൽ വെക്ടർ അഡീഷൻ. അപ്പൊ പാരലോഗ്രാം വരച്ചു. ഇതായിരിക്കും എന്ത്, വെലോസിറ്റി ഓഫ് റെയിൻ പ്ലസ് വെലോസിറ്റി ഓഫ് വിൻഡ്. വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? No, sir. ഇല്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ അയാൾ കൊട പിടിക്കേണ്ട എങ്ങോട്ടാ? In this particular situation, he will have to hold his umbrella in this direction. അല്ലേ? അയാൾ കൊട പിടിക്കേണ്ടത് ദാ ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ അങ്ങോട്ട് കാണിക്കാം അല്ലെ. ലെറ്റ് മീ കൺട്രോൾ സി. ഈ ഡയറക്ഷനിലാണ് അയാൾ കൊട പിടിക്കേണ്ടത്. മനസ്സിലായോ? He should hold his umbrella. He should hold his umbrella in this direction. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ദാ ഈ ഡയറക്ഷൻ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Clear ആണ്, sir. ക്ലിയർ ആണ്. അപ്പം ഈ സാഹചര്യത്തിൽ ഇപ്പം എന്താണ്, അമൻ പറഞ്ഞ മാതിരി തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നു അല്ലേ. ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇവിടെ ആംഗിൾ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാ? ദ ആംഗിൾ ഷുഡ് ബി ഡിഫൈൻഡ് ലൈക്ക് ദിസ്. അതായത് വെർട്ടിക്കലിനെ വെച്ചിട്ട് ആംഗിൾ പറയുന്ന അസുഖം അല്ലേ. വെർട്ടിക്കലിനെ വെച്ചിട്ട് ഒരു തീറ്റ ആംഗിൾ എങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം? ടുവേർഡ്സ് വെസ്റ്റിലേക്കാണോ ടുവേർഡ്സ് ഈസ്റ്റിലേക്കാണോ? Therefore ഇവിടെ പറയും umbrella should be held at an angle theta towards west എന്നാണോ ഈസ്റ്റ് എന്നാണോ എഴുതേണ്ടത് ഇവിടെ? പറയ്. West. Towards west with respect to vertical. Vertical മനസ്സിലായോ? Umbrella should be held at an angle theta towards west with respect to vertical. Am I clear? Yes, sir. Clear. അപ്പം ഇതാണ് റെയിൻമാൻ സിറ്റുവേഷന്റെ രണ്ട് കാര്യങ്ങൾ. രണ്ടും ഒന്ന് തന്നെയാണോ? അല്ല, ഒന്ന് റിലേറ്റീവ് വെലോസിറ്റി സിറ്റുവേഷൻ ആണ്, മറ്റേത് എന്ത് ചെയ്യേണ്ടത്? നോർമൽ വെക്ടർ അഡീഷൻ സിറ്റുവേഷൻ ആണ്. Did you understand these two situations? Yes, sir. Yes. One was relative velocity സാർ situation. വേറൊരു ഡൗട്ട്. ഓ, ചോദിച്ചു. സാർ അപ്പോ നേരത്തെ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും കൂടെ നമ്മൾ മിക്സ് ചെയ്തു ഒന്ന് വിചാരിച്ചു സാറ്. ആ, അതായത് കാറ്റ് ഓടിക്കുന്നുണ്ട്, അപ്പം പിന്നെ ഇതും ബൈക്കും ഓടിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ അടുത്ത് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ബൈക്കും, പിന്നെ സാർ പറഞ്ഞ ഇപ്പോഴത്തെ നമ്മുടെ അംബ്രല്ല എങ്ങനെയാണ് ടിൽറ്റ് ചെയ്യേണ്ടതെന്നും. ആ കേസിലെ സാർ നമ്മുടെ ആ കേസിലെ അംബ്രല്ല എങ്ങനെയാണ് ടിൽറ്റ് ചെയ്യേണ്ടതെന്നും മറ്റേ കേസിലെ അംബ്രല്ല എങ്ങനെയാണ് ടിൽറ്റ് ചെയ്യേണ്ടതെന്നും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, നമുക്കത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കത് ഡയഗ്രമാറ്റിക് ആയിട്ട് ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് അവിടെ ട്രിഗ്നോമെട്രിക് ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ആൻസറിലേക്ക് പോകാത്തത്. ഇപ്പൊ ഇവിടെ ഡയഗ്രമാറ്റിക് ആയിട്ട് നോക്കാം. ഇവൻ പറഞ്ഞ മാതിരി തന്നെ എന്ത് ചെയ്യാന്നാല്, ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ റെയിൻ ഇസ് ഫാളിംഗ് വെർട്ടിക്കലി ഡൗൺവേർഡ്. റെയിൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ആയിക്കോട്ടെ. ഇനി ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ വിൻഡ് ഇസ് ബ്ലോയിങ് ടുവേർഡ്സ്, ഞാൻ ഇപ്പൊ വെറുതെ ഇതിൽ പറയട്ടെ, ഈ സിറ്റുവേഷനിൽ ദ വിൻഡ് ഇസ് ബ്ലോയിങ് ടുവേർഡ്സ് വെസ്റ്റ്. വെസ്റ്റ് ആണ് വെച്ചോ. വെറുതെ ഞാൻ ഈ സിറ്റുവേഷനിൽ
വെലോസിറ്റി ഓഫ് വിൻഡ് ഇറ്റ് ഇസ് ടുവേർഡ്സ് വെസ്റ്റ്. വെലോസിറ്റി ഓഫ് വിൻഡ് ടുവേർഡ്സ് വെസ്റ്റ് ആണ്. And there is a bike which is moving towards what? There's a bike which is moving towards east. ബൈക്ക് ഈസ്റ്റിലേക്കും നീങ്ങുന്നുണ്ട്. ബൈക്കിന്റെ വെലോസിറ്റിനെ നമ്മൾ വേറെ ഈ മൂന്നും കൂടി വരികയാണെങ്കിൽ ഇനിയിപ്പം ഈ സാഹചര്യത്തിൽ അയാൾ എങ്ങോട്ടാണ് കുട പിടിക്കേണ്ടതെന്ന് വെച്ചു ചോദിച്ചു വെച്ചോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ നമ്മൾ ഇതിനെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്വസ്ഥമായിട്ട് എല്ലാത്തിനെയും കോ ഇനീഷ്യൽ വെക്ടറിന്റെ രൂപത്തിലാക്കുക. എല്ലാത്തിനെയും സിറ്റുവേഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? Did you understand the situation that we are in? Yes, sir. Yes. അങ്ങനെയാണെങ്കിൽ if I have to solve this situation, നമ്മൾ ഇവിടെ ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കി. ഈ ബൈക്കിന്റെ വെലോസിറ്റിനെ ഞാൻ കോ ഇനീഷ്യൽ വെക്ടറിന്റെ രൂപത്തിലാക്കി ഇവിടെ കൊണ്ടുവച്ചു. ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പം ഇവിടെ ആദ്യം നമ്മൾ പരിഹരിക്കേണ്ടത് എന്താ പറഞ്ഞാല്, ഇവിടെ നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത് വെലോസിറ്റി ഓഫ് വിൻഡും വെലോസിറ്റി ഓഫ് റെയിനും കാരണം റിസൾട്ടിങ് വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? തൽക്കാലം ബൈക്ക് നീങ്ങുന്നില്ലായിരിക്കും. ബൈക്ക് നീങ്ങുന്നില്ല. ബൈക്ക് നീങ്ങുന്നില്ലെങ്കിലും ബൈക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വലി ദ വെലോസിറ്റി ഓഫ് റെയിൻ വിൽ ഗെറ്റ് എഫക്റ്റഡ് ഡ്യൂ ടു വിൻഡ് അല്ലെ? വിൻഡിന്റെ വെലോസിറ്റി കാരണം ബൈക്കിന്റെ വെലോസിറ്റി അല്ല റെയിനിന്റെ വെലോസിറ്റി എഫക്റ്റ് ആവില്ലേ? ആവുമോ? Yes, sir. Yes. Then we will have to solve these two initially. അപ്പം ഇവർ രണ്ടാളെയും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് we will construct a parallelogram like this, and the diagonal of the parallelogram will be the resultant, and this is your resultant. ഇതായിരിക്കും നമ്മളുടെ വെലോസിറ്റി ഓഫ് റെയിൻ പ്ലസ് വെലോസിറ്റി ഓഫ് വിൻഡ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ? Yes, sir. Yes. Then what we have to do is just take, I'm just taking a copy. ഇവിടെ ഇതിന്റെ വെറുതെ ഒരു കോപ്പി എടുത്തിട്ട് ആ കോപ്പിന്ന് ഒന്ന് ഞാൻ കൂടി നീക്കി വെക്കട്ടെ. അതായത് ഈ സിറ്റുവേഷൻ തന്നെയാണ് ഇതാ ഇവിടേക്കുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നാല് ഇനി നമുക്ക് ഇവിടെ കുറെ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാം. ആരെ എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെലോസിറ്റി ഓഫ് റെയിൻ ഇനി വേണ്ട, വെലോസിറ്റി ഓഫ് വിൻഡും ഇനി വേണ്ട. ഈ രണ്ടാളെയും കൂടി ഉള്ള ആൻസർ എന്താ? അങ്ങോട്ടല്ലേ? അല്ലേ? ആണോ? അപ്പം കാറ്റടിക്കുന്നതിനോണ്ട് മഴ ഇങ്ങോട്ടാണ് പെയ്യുന്നത്. ഇനി വെലോസിറ്റി ഓഫ് ബൈക്കിനെയും കൂടി ഇവിടെ കൺസിഡർ ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക്, അതിനെ ഞാൻ വി ആർ ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ബൈക്ക് എഴുതിട്ടോ. ഇതിനെ ഞാൻ വി ആർ ഡാഷ് എന്ന് കൊടുത്തു വെറുതെ. ഓക്കെ, അപ്പം ഇതെന്താ കണ്ടുപിടിക്കേണ്ടത്? വി ആർ ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ബൈക്ക് ആണെങ്കിൽ വി ആർ ഡാഷ് മൈനസ് വി ബി ആണോ? കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഇപ്പൊ വി ആർ ഡാഷിന്റെ കൂടെ വി ബിനെയാണോ മൈനസ് വി ബിനാണോ ആഡ് ചെയ്യേണ്ടത്? We will have to add minus VB. അപ്പൊ മൈനസ് വി ബി ഇങ്ങോട്ടാ വരിക. Is that clear? Is that clear? Yes, sir. Yes. Then we will have to use parallelogram law of vector addition. Parallelogram law of vector addition ആണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാല് പിന്നെ നമ്മൾ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം. ഇത് റെക്ടാംഗിൾ രൂപത്തിലേക്കല്ലോ, ഇതൊരു ആക്ച്വൽ പാരലോഗ്രാം രൂപത്തിൽ ഇങ്ങനെ വരും. ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ്. ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ് എന്ന് പറഞ്ഞാല് this should be the resultant. This is the velocity of VR dash with respect to B. ഇയാളായിരിക്കും VR dash with respect to B. കുഴപ്പമില്ലല്ലോ. ഇനി അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇങ്ങനെ ഇങ്ങോട്ട് അല്ലേ? കുഴപ്പമുണ്ടോ? Did you understand this diagrammatically? Yes, sir. Yes. ഇങ്ങനെ ഉണ്ടാവും നമ്മളെ ആ സിറ്റുവേഷൻ രണ്ടും കൂടി വരികയാണെങ്കിൽ. ഇനിയിപ്പോ ഞാൻ പറയുന്നത് വി ബിനെ ഞാൻ ഇത് വിൻഡിനെ പർപ്പസ്ഫുള്ളി ഞാൻ വെസ്റ്റിലോട്ട് ആക്കി കേട്ടോ. വിൻഡിനെ ഈസ്റ്റിലോട്ട് ആക്കുകയാണെങ്കിലോ? ഈസ്റ്റിലോട്ട് ആക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മളുടെ ഒരു വെക്ടർ ഇങ്ങോട്ട് വരും, മറ്റേത് ഇങ്ങോട്ട് വരും. നിങ്ങൾ വെറുതെ ഒന്ന് വരച്ചു നോക്കണ്ടേ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഇമാജിനേഷനിലില്ലേ? കാര്യം മനസ്സിലായോ? എൻട്രൻസ് ക്ലാസ്സിൽ നമുക്ക് ഇതേമാരത്തെ രണ്ടും കൂടി വരുന്ന ഒരു പ്രോബ്ലം പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം.
Okay, now I am not remembering the numerical figures so that we can get a soluble answer. ടെക്സ്റ്റ് ബാക്കിൽ എനിക്ക് തോന്നുന്ന ഏതോ ഒരു ക്വസ്റ്റ്യൻ അതേമാതിരി തന്നെ വിൻഡ് ബ്ലോ ചെയ്യുന്നു രണ്ടും കൂടി ഉള്ളത് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഒന്ന് നോക്കി നോക്കണ്ട കേട്ടോ. എന്തായാലും NCERT 2 എക്സാമ്പിൾസ് ഉണ്ട്, ആ 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. അതൊന്ന് വായിച്ചു നോക്കണേ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇസ് ദാറ്റ് ക്ലിയർ? ഈ 2 ഭാഗം ക്ലിയർ ആണോ? Yes, sir. Yes. അപ്പം ദീസ് ആർ ദ 2 റെയിൻമാൻ സിറ്റുവേഷൻസ്. ഐ എം ജസ്റ്റ് സ്റ്റോപ്പിംഗ് ദിസ് വീഡിയോ. നമുക്കൊരു വീഡിയോയും കൂടി ഇടാൻ സമയല്ലേ? ഇല്ലേ? വിൽ ഹാവ് 1 more സെഷൻ. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ.